PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സിലെ LCM ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ LCM കാണാനായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ സാധാരണ പോലെ എഴുതി കാണുമ്പോൾ PSC പരീക്ഷകളിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ടൈമൊക്കെ സേവ് ചെയ്തിട്ട് ഈസി ആയിട്ട് സെക്കൻഡിനുള്ളിൽ എങ്ങനെ LCM കാണാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ LCM എങ്ങനെ ഈസി ആയിട്ട് കാണുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നോക്കാം, 3, 12. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് LCM കാണുക? 3, 12 ഇങ്ങനെ എഴുതി. ഇതിൽ 3ലും 12ലും 3 പോകും. അപ്പോൾ 3ൽ 3 പോകും. അപ്പോൾ 3ൽ 3 ഒരു പ്രാവശ്യം, 12ൽ 3 4 പ്രാവശ്യം. ഇനി കോമൺ ആയിട്ട് പോകുന്നതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് തമ്മിൽ ഗുണിക്കും അല്ലേ? 3 × 1 × 4 12 എന്ന ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ LCM കാണുന്ന മെത്തേഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. 3ഉം 12ഉം 3ഉം 12ഉം ഇങ്ങനെ രണ്ട് സംഖ്യകൾ തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ആദ്യം നോക്കാം. ഏതാണ് വലുത്? 12 ആണ് വലുത്. ഇനി മറ്റേ സംഖ്യ ഈ 12ന്റെ ഗുണിതമാണോ എന്ന് നോക്കാം. ഗുണിതം എന്ന് വെച്ചാൽ എന്താണ്? 12നെ ഈ സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുമല്ലോ. 12ന് 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. 12ൽ 3 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും അല്ലേ? 3 × 4 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗുണിതമാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ വലിയ നമ്പറാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 നമ്പർ തന്നിട്ട് അതിൽ ഏറ്റവും വലിയ നമ്പർ നോക്കാം. ആ വലിയ നമ്പറിനെ വേറെ ചെറിയ നമ്പർ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ വലിയ നമ്പറാണ് നമ്മുടെ എന്ത്? LCM എന്ന് പറയുന്നത്. ഇനി അടുത്ത സംഖ്യ നോക്കാം. 8, 32. ഇതിലെ വലിയ സംഖ്യ ഏതാണ്? 32 ആണ്. 32നെ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. 4, 8, 32 അല്ലേ? 8 × 4 എന്താണ്? 32 ആണ്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഈ 32 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഈ അടുത്ത നമ്പർ നോക്കാം. 4 അതുപോലെ 20. 20 ആണ് വലിയ സംഖ്യ. അപ്പോൾ ഈ വലിയ സംഖ്യയിൽ 4 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാലോ. 4, 5, 20 ആണ് അല്ലേ? അപ്പോൾ ഈ 20 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇനി നോക്കാം. 6, 3, 18. ഇത് വലിയ സംഖ്യ ഏതാണെന്ന് നോക്കാം. വലിയ സംഖ്യ ഏതാണ്? 18 ആണ്. ഈ 18നെ 6 കൊണ്ടും 3 കൊണ്ടും പൂർണ്ണമായിട്ട്, രണ്ട് സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. 6, 3, 18 ആണ് ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 18 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. 5, 10, 20. 20 ആണ് വലിയ സംഖ്യ. 20ൽ 5ഉം 10ഉം കറക്റ്റായിട്ട് പോകുമോ നോക്കാം. 5 × 4 20 ആണ്. 10 × 2 20 ആണ്. അപ്പോൾ രണ്ടും പോകുമല്ലോ. അപ്പോൾ 20 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. 6, 12, 48. വലിയ സംഖ്യ ഏതാണ്? 48 ആണ്. 6ൽ പോകുമോ നോക്കാം. 6, 8, 48 ആണ് അല്ലേ? ഇനി 12ലോ? 12 × 4 48 ആണ്. അപ്പോൾ 48ൽ ഇത് രണ്ടും പൂർണ്ണമായിട്ട് പോകും. അതുകൊണ്ട് തന്നെ 48 ആണ് നമ്മുടെ എന്ത്? LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സംഖ്യകൾ തന്നാൽ LCM കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഇനി നമുക്കിപ്പോൾ ഇതൊക്കെ പോകുന്ന കേസ് ഇങ്ങനെ പറഞ്ഞു. ഇനി ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കാം. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 8, 12, 10, 15. ഈ സംഖ്യകളൊക്കെ നോക്കാം. ഇതിൽ ആദ്യത്തെ നോക്കാം. 8, 12. ഇതിൽ 12 ആണ് വലിയ സംഖ്യ. പക്ഷേ അതിനെ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? 12നെ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് LCM കാണുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ സംഖ്യയുടെ ഇരട്ടി എടുക്കുക. ഇരട്ടി എന്ന് വെച്ചാൽ എന്താണ്? 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 12നെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 12, 2, 24 എന്ന് കിട്ടും. ഈ 24നെ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. 12നെ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കുക. അതായത് 2 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന സംഖ്യയെ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും നോക്കാം. 24നെ
8 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാലോ. 3 8 24. അപ്പോൾ പോകുന്നത് കൊണ്ട് എന്താണ്, ഈ 24 നമ്മുടെ LCM. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 10 15. 10 15 എന്ന് പറയുമ്പോൾ 15 വലിയ സംഖ്യ. 15 10 കറക്റ്റായിട്ട് പോകുമോ? ഇല്ല അല്ലേ, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇരട്ടി എടുക്കുക. അപ്പോൾ 15 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും, 30 എന്ന് കിട്ടും. 30 10 പോകുമല്ലോ, 3 പ്രാവശ്യം പോകും. അപ്പം എന്താണ്, 30 നമ്മുടെ LCM. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 4 9 18. 4 9 18. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, 18. ഈ 18 9 പോകും അല്ലേ, 2 9 18. പക്ഷെ 4 പോകുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഇരട്ടി എടുക്കണം. ഇരട്ടി എടുത്താൽ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 18 × 2 എത്രയാണ്, 36. 36 9 കൊണ്ട് ചെയ്യാലോ, 4 കൊണ്ട് ചെയ്യാം. എന്താണ്, 4 9 36. അപ്പം 2 പൂർണ്ണമായിട്ടും പോകും. അപ്പം നമുക്ക് 36 ഇതിൻ്റെ LCM എന്ന് പറയാം. അപ്പം എന്ത് ചെയ്തു, ആദ്യം വലിയ സംഖ്യ എടുക്കുക. എന്താണ്, മറ്റ് ചെറിയ സംഖ്യയുടെ ഘടകമല്ലെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക. അതായത് അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ആ സംഖ്യ പോകുമെന്ന് നോക്കുക, അതിൽ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്ത സംഖ്യയായിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്. ഇനി ഇരട്ടി എടുത്തിട്ടും പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കുന്നത്. അപ്പം നോക്കാം, 2 3 8 അല്ലേ. അപ്പോൾ ഇവിടുത്തെ വലിയ നമ്പർ ഏതാണ്, 8. 8 2 പോകും, പക്ഷെ 3 കറക്റ്റായിട്ട് പോകില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 8ന്റെ ഇരട്ടി അതായത് 2 കൊണ്ട് ഗുണിച്ചു, 16 എന്ന് കിട്ടി. ഇനി 16 പോകുമോ നോക്കാം. 16 2 പോകും, പക്ഷെ 3 കറക്റ്റായിട്ട് പോകില്ല. അപ്പം എന്ത് ചെയ്യണം, ഇപ്പം ഇരട്ടി എടുത്തു, അതായത് 2 കൊണ്ട് ഗുണിച്ചു. അപ്പം ഇതിലും പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ചിട്ട് പോയില്ലെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുക. 8 3 24 എന്ന് കിട്ടും. ഇനി ഈ 24 ഇതിൽ പോകുമോ നോക്കാം. 2 പോകും അല്ലേ, 12 2 24, 3 8 24. അപ്പം നമുക്ക് എന്താണ്, 2 പോകുന്നത് കൊണ്ട് 24 ആയിരിക്കും LCM. ഇനി ഈ 3 കൊണ്ട് ഗുണിച്ചിട്ടും പോയില്ല, കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, 4 കൊണ്ട് ഗുണിക്കുക. അപ്പം 2 കൊണ്ട് ഗുണിച്ചു, കിട്ടിയില്ല. 3 കൊണ്ട് ഗുണിച്ചു, അതിലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഗുണിക്കുക. അപ്പം ഈ 4 കൊണ്ട് ഗുണിക്കുന്നത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുള്ളൂ, അതിലും വലുതൊന്നും ചോദിക്കാറില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇവിടെ 24 നമ്മുടെ LCM എന്ന് പറയുന്നത്. അടുത്ത ചെക്ക് ചെയ്യാം. 10 20 15. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 20 അല്ലേ. 20 10 കറക്റ്റായിട്ട് പോവും, പക്ഷെ 15 പോകുമോ? ഇല്ല അല്ലേ. അപ്പോൾ 15 പോകില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 2 കൊണ്ട് ഗുണിക്കണം. 20 2 കൊണ്ട് ഗുണിച്ചാൽ 40. 40 പോകുമോ? 10 പോകും, പക്ഷെ 15 പോകില്ല. അപ്പം എന്ത് ചെയ്യുക, 2 കൊണ്ട് ഗുണിച്ചു, കിട്ടിയില്ല. അപ്പം 3 കൊണ്ട് ഗുണിക്കാം. 3 കൊണ്ട് ഗുണിച്ചാൽ 60 എന്ന് കിട്ടും. 60 10 പോകും, 15 പോകും അല്ലേ. അപ്പം നമ്മുടെ 60 ഇവിടെ എന്ത്, LCM എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ എന്താണ് ചെയ്തത്. നമ്മൾ തന്നിട്ടുള്ള നമ്പേഴ്സ് നോക്കുക, അതിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. വലിയ സംഖ്യ ചെറിയ സംഖ്യയിൽ കറക്റ്റായിട്ട് പോകുമോ എന്ന് നോക്കുക. പോയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. അതായത് 2 കൊണ്ട് ഗുണിക്കുക. അതിലും പോയില്ലെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുക. അതിലും പോയില്ലെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ LCM. അപ്പം ഇങ്ങനെയാണ് LCM ഈസി ആയിട്ട് നമുക്ക് സെക്കൻഡിനുള്ളിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സാധാരണ മെത്തേഡിൽ എഴുതി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന് മുന്നേയും മാത്സിലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.